everyone, welcome to Hybrid Campus. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് NOS ബയോളജിയിലെ തേർഡ് ചാപ്റ്റർ ആയ കിങ്ഡം പ്ലാന്റേ ആൻഡ് അനിമേലിയ എന്ന ചാപ്റ്റർ ആണ്. ഫസ്റ്റ് നമുക്ക് കിങ്ഡം പ്ലാന്റേ എന്താ നോക്കാം. കിങ്ഡം പ്ലാന്റേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്ലാന്റ്സിൻ്റെ കിങ്ഡത്തിനെയാണ് നമ്മൾ കിങ്ഡം പ്ലാന്റേ എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. കുറേ ക്ലാസിഫിക്കേഷൻ നമ്മൾ കിങ്ഡം പ്ലാന്റേനെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? അതായത് വെൽ ഡിഫറൻഷ്യേറ്റഡ് പ്ലാന്റ് ബോഡി ഉള്ള പ്ലാന്റ്സും ഉണ്ട്, വെൽ ഡിഫറൻഷ്യേറ്റഡ് പ്ലാന്റ് ബോഡി ഇല്ലാത്ത പ്ലാന്റ്സും ഉണ്ട്. വെൽ ഡിഫറൻഷ്യേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് അങ്ങനെ കറക്റ്റ് അറേഞ്ച് ചെയ്ത പ്ലാന്റ് ബോഡി ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. ഇല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും? താലോഫൈറ്റ എന്ന് പറയും. ഇനി വെൽ ഡിഫറൻഷ്യേറ്റഡ് പ്ലാന്റ് ബോഡി ഇല്ലതിനെ തന്നെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് വസ്കുലർ ടിഷ്യൂ ഇല്ല പ്ലാന്റ് ഗ്രൂപ്പും, രണ്ടാമത്തേത് വസ്കുലർ ടിഷ്യൂ ഇല്ലാത്ത പ്ലാന്റ് ഗ്രൂപ്പ്സും. വസ്കുലർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സൈലം, ഫ്ലോയം, അത് രണ്ടും ഉള്ളതുമുണ്ട് ഇല്ലാത്തതുമുണ്ട്. ഉള്ളതിനെ നമ്മൾ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും? ബ്രയോഫൈറ്റ എന്ന് പറയും. ഇനി മസ്കുലർ ടിഷ്യൂ ഇല്ലതിൽ തന്നെ സീഡ് ഉള്ളതും സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സീഡ് പ്രൊഡ്യൂസ് ചെയ്യാത്തതും ഉണ്ട്. സീഡ് പ്രൊഡ്യൂസ് ചെയ്യാത്തതിനെ നമ്മൾ ടെറിഡോഫൈറ്റ എന്ന് പറയും. സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അത് എങ്ങനെയാണ്? അത് രണ്ടെണ്ണം ജിംനോസ്പേം, ആൻജിയോസ്പേം എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ജിംനോസ്പേം എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഇല്ലാത്ത സീഡ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ളതിനെ നമ്മൾ ജിംനോസ്പേം എന്ന് പറയും. അതിൻ്റെ സീഡ്സ് എന്ന് പറയുന്നത് പുറത്തായിരിക്കും, പ്ലാന്റ് ബോഡിയിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫ്ലവർ ഉള്ള സീഡ് പ്രൊഡ്യൂസിങ്, അതായത് അവരുടെ സീഡ് ഒരു ഓവറിൻ്റെ ഉള്ളിലായിരിക്കും. അങ്ങനത്തെ സീഡ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രൂപ്പ്സിനെ നമ്മൾ എന്ത് പറയും? ആൻജിയോസ്പേം എന്ന് പറയും. അല്ലാത്തതിനെ നമ്മൾ ജിംനോസ്പേം എന്ന് പറയും. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇത് ഓരോന്ന് നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത് നോക്കാം. ഫസ്റ്റ് ബ്രയോഫൈറ്റ്. ഈ ബ്രയോഫൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത്. ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യുവൽ നാച്ചർ ഉള്ളത്, രണ്ട് സ്വഭാവം ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംഫീബിയൻസ് എന്ന് പറയുക. ഇവരുടെ ലൈഫ് സൈക്കിള് കരയിലും വെള്ളത്തിലും ആയിട്ടാണ് കംപ്ലീറ്റ് ആകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുക? അവരെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആരാണ്? ബ്രയോഫൈറ്റയാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഇവർ ഷേഡി ഡാം പ്ലേസിലാണ് ലീവ് ചെയ്യുന്നത്. അതായത് നനഞ്ഞ തണുപ്പുള്ള സ്ഥലത്ത്, അതായത് ഒരു മൂടിയ സ്ഥലങ്ങളിലാണ് ഇവർ ഉണ്ടാവുക, ഈ ബ്രയോഫൈറ്റ്. പിന്നെ ഇവരെന്താണ്? എംബ്രിയോഫൈറ്റ് ആണ്, എംബ്രിയോ പ്രൊഡ്യൂസിങ് ആണ്. പിന്നെ ഇവർക്ക് എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ വസ്കുലർ ടിഷ്യൂസ് ഇല്ല, സൈലോം ഫ്ലോയോ ഇല്ല, ശരിക്കില്ല ലീവ്സോ റൂട്ട്സോ ഒന്നുമില്ല. പിന്നെ ഇവരെന്താണ്? ഗാമറ്റോഫൈറ്റിക്സ് ആണ്. ഗാമറ്റോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ ഇവർ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അതായത് സ്പേം, എഗ് അങ്ങനത്തെ ഗാമേറ്റ് പ്രൊഡ്യൂസ് ആക്കിയിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്ന ഗ്രൂപ്പ്സ് ആണ് എന്ത്? ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൽ സെക്സ് ഓർഗൻ വരുന്നത് ആന്ത്രിഡിയാണ്, ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആർക്കിഗോണിയാണ്. അടുത്ത ടൈപ്പ് പറയുന്നത് ടെറിഡോഫൈറ്റ്. ടെറിഡോഫൈറ്റ് നമ്മൾ എന്താ പറഞ്ഞത്? വസ്കുലർ ടിഷ്യൂ ഉണ്ട്, പക്ഷെ എന്താണ്? സീഡ് പ്രൊഡ്യൂസ് ചെയ്യൂല. അങ്ങനത്തെ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ടെറിഡോഫൈറ്റ് എന്ന് പറയാം. ഇവരും ഈ നനഞ്ഞ ഇങ്ങനെ നിഴലുള്ള സ്ഥലങ്ങളിൽ, അതായത് ഒരു മൂടിയ സ്ഥലങ്ങളിലാണ് അവർ കാണപ്പെടുന്നത്. ഇങ്ങനെ ഹിൽസ്, ഗാർഡൻസ് അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഈ ടെറിഡോഫൈറ്റ്സ് ഉണ്ടാവുക. ഇവർക്ക് ഈ റൂട്ട്സും ലീവ്സിലൂടെയും ആണ് മിനറൽസൊക്കെ കിട്ടുന്നത്. ഈ റൂട്ട്സ് എന്താണ്? ഈ സോയിലിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് അവർക്ക് ന്യൂട്രീഷൻ കൊടുക്കും. അതാണ് ഈ ടെറിഡോഫൈറ്റിൻ്റെ പ്രത്യേകത. അടുത്തത് പറയുന്നത് ആൻജിയോസ്പേംസ് ആൻഡ് ജിംനോസ്പേം. ജിംനോസ്പേം, ആൻജിയോസ്പേംസ്. ജിംനോസ്പേം നമ്മൾ പറഞ്ഞു എന്താണ്? സീഡ്, നാക്ഡ് സീഡ്സ് ഇല്ലീനെയാണ് നമ്മൾ ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. നമ്മളുടെ പൈനൊക്കെയാണ് എക്സാമ്പിൾ. ഇവരെന്താണ്? ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യൂല. പിന്നെ എന്താണ്? ഫ്ലവർ പ്രൊഡ്യൂസിങ് ആയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻജിയോസ്പേം എന്ന് പറയുന്നത്. ഇവിടെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കൊടുക്കുന്നുണ്ട്. ജിംനോസ്പേം എന്താണ്? ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യൂല. ആൻജിയോസ്പേം ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യും.
പിന്നെന്താണ് സീഡ് എൻക്ലോസ്ഡ് വിത്തിൻ ആൻ ഓവറി. സീഡ് എന്തായിരിക്കും? ഒരു ഓവറിക്കുള്ളിലായിരിക്കും. ആരുടേത്? ആൻജിയോസ്പേമിൻ്റെ സീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓവറിക്കുള്ളിലായിരിക്കും. പക്ഷെ ജിംനോസ്പേമിൻ്റെ കേസിൽ എന്താണ്? സീഡ് പുറത്തായിരിക്കും, ഓവറിക്ക് ഉള്ളിലൊന്നും ആയിരിക്കൂല. അതുപോലെ ഈ ജിംനോസ്പേമിൻ്റെ മിഡിലേക്ക് ലീവ്സ് ആയിക്കാരം, അതായത് ഇങ്ങനെ നീർത്ത ഒരു സൂചി പോലെയുള്ള ലീവ്സിനെയാണ് മിഡിൽ ലൈക്ക് ലീവ്സ് എന്ന് പറയുക. അങ്ങനത്തെ ലീവ്സ് ആയിരിക്കും ആർക്ക്? ജിംനോസ്പേമിന്. പക്ഷേ ആൻജിയോസ്പേമിൻ്റെ കേസിൽ എന്തായിരിക്കും? ഫ്ലാറ്റ് ലീവ്സ് ആയിരിക്കും, പരന്ന ലീവ്സ് ആയിരിക്കും. അതുപോലെ ആൻജിയോസ്പേംസ് എന്ന് പറഞ്ഞാൽ സീസണൽ ആയിരിക്കും, ഓരോ സീസണിൽ മാത്രമാണ് ഈ ഫ്ലവർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ ഈ ജിംനോസ്പേം എന്താണ്? എവർഗ്രീൻ ആണ്, എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ ജിംനോസ്പേമിന് ഹാപ്ലോയിഡ് ടിഷ്യൂ ആണ്. ഹാപ്ലോയിഡ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ക്രോമസോം ഉള്ള ടിഷ്യൂവിനെയാണ് നമ്മൾ ഹാപ്ലോയിഡ് ടിഷ്യൂ എന്ന് പറയുക. ജിംനോസ്പേം ഹാപ്ലോയിഡ് ടിഷ്യൂ ആണ്. പക്ഷേ ആൻജിയോസ്പേം എന്താണ്? ട്രൈപ്ലോയിഡ് ടിഷ്യൂ ആണ്. അവർക്ക് എന്താണ്? 3 സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ടാവും. അങ്ങനത്തേനെ നമ്മൾ ട്രൈപ്ലോയിഡ് ടിഷ്യൂ എന്ന് പറയാം. അതുപോലെ ആൻജിയോസ്പേം ആനിമൽസ്, വിൻഡ്, വാട്ടർ ഒക്കെ ആയിട്ട് പോളിനേഷൻ നടക്കും. പക്ഷേ ജിംനോസ്പേമിൽ എന്താണ്? വിൻഡ് ആയിട്ടാണ് മെയിനായിട്ട് പോളിനേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് വരിക. അതുപോലെ ആൻജിയോസ്പേം പറഞ്ഞാൽ ഹാർഡ് വുഡ് ആയിരിക്കും, ഹാർഡ് വുഡ് കട്ടിയുള്ള മരമായിരിക്കും. അതുപോലെ ജിംനോസ്പേം സോഫ്റ്റ് വുഡ് ആയിരിക്കും. ഈ ജിംനോസ്പേമിന് എക്സാമ്പിളാണ് പൈന്. ആൻജിയോസ്പേം നമ്മളിങ്ങനെ കാണുന്ന മാംഗോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആൻജിയോസ്പേമിൽ വരിക. ഇതാണ് കിങ്ഡം പ്ലാന്റയിൽ വരുന്നത്. അടുത്തതാണ് കിങ്ഡം അനിമേലിയ. അനിമൽ കിങ്ഡത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കണം. അനിമൽ കിങ്ഡത്തിന് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. 2 ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. സെല്ലുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, പിന്നെ ടിഷ്യൂ ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷനാണ് കിങ്ഡം അനിമേലിയയിൽ വരുന്നത്. ഈ സെല്ലുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുന്ന ഫൈലാണ് എന്ത്? പോരിഫറ. ഫൈലം പോരിഫറ മാത്രമാണ് എന്തിൽ വരുന്നത്? സെല്ലുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നത്. അടുത്തത് ടിഷ്യൂ ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനെ നമ്മൾ വീണ്ടും 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. റേഡിയൽ സിമെട്രി ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. റേഡിയൽ ആൻഡ് ബൈലാറ്ററൽ. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഒരേപോലത്തെ കഷ്ണങ്ങളായി മുറിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ആപ്പിളിനെ നമുക്ക് ഒരു റൗണ്ടിൽ ഒരു ബോൾ നമ്മൾ മുറിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പറ്റൂലേ. പക്ഷേ നമ്മളൊരു ബട്ടർഫ്ലൈനെ മുറിക്കുകയാണെങ്കിലോ ഒരു മിറർ ഇമേജ് അല്ലേ നമുക്ക് കിട്ടുക. അങ്ങനെ കുറേ ഒരേപോലത്തെ കഷ്ണങ്ങൾ കിട്ടുന്നതിനെ നമ്മൾ എന്ത് പറയും? റേഡിയൽ സിമെട്രി എന്ന് പറയും. അല്ലാത്തതിനെ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയും. റേഡിയൽ സിമെട്രിയിൽ 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. സിലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ എന്ന് പറയും, പിന്നെ ടീനോഫോറ. റേഡിയൽ സിമെട്രിയിൽ സിലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ എന്ന് പറയും, പിന്നെ രണ്ടാമത്തേത് ടീനോഫോറ. ഈ ബൈലാറ്ററലിനെ വീണ്ടും 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അസീലോമേറ്റ്, സീലോമേറ്റ് ആൻഡ് സ്യൂഡോസീലോമേറ്റ്. അത് ബോഡി ക്യാവിറ്റീൻ്റെ ബേസിലാണ് ഈ ബൈലാറ്ററലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനേറ്റ് ആയിട്ടുള്ള ബോഡി ക്യാവിറ്റി ഇല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും? അസീലോമേറ്റ് എന്ന് പറയും. അതിൽ വരുന്നതാണ് പ്ലാറ്റി ഹെൽമിന്തസ്. അതിൽ വരുന്ന ഫൈലാണ് പ്ലാറ്റി ഹെൽമിന്തസ്. അടുത്തത് സ്യൂഡോസീലോമേറ്റ്, അതായത് ഒരു ഫാൾസ് സീലോം. സീലം എന്ന് പറഞ്ഞാൽ ഈ ബോഡി ക്യാവിറ്റീനെയാണ് സീലം എന്ന് പറയുന്നത്. ഈ ഒരു ഫാൾസ് സീലം എന്ന് പറഞ്ഞാൽ ഈ ബോഡി ക്യാവിറ്റിൻ്റെ ചുറ്റോറും മീസോഡോംസ് ഉണ്ടാവും. ആ മീസോഡോംസ് ഇല്ലാത്ത ബോഡി ക്യാവിറ്റി ഉള്ള ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയും? സ്യൂഡോസീലോമേറ്റ് എന്ന് പറയും. അതിൽ പെട്ടതാണ് അസ്കെൽമെന്തസ്. അടുത്തത് വരുന്നത് ട്രൂസീലം. ശരിക്കുള്ള ബോഡി ക്യാവിറ്റി ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഓർഗൻസ് ഒക്കെ ഉണ്ടാവുക. അങ്ങനെ വരുന്ന ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയും? സീലോമേറ്റ്. ട്രൂസീലം ഉള്ള ഗ്രൂപ്പ്സിനെ നമ്മൾ എന്ത് പറയും? സീലോമേറ്റ് എന്ന് പറയും. അതിൽ പെട്ടതാണ് അനേലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. അങ്ങനെ 11 ഫൈലാണ് നമുക്ക് ഈ കിങ്ഡം അനിമേലിയയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെല്ലുലർ ലെവല്, ടിഷ്യൂ ഓർഗൻ ഓർ ഓർഗൻ സിസ്റ്റം ലെവല്. പിന്നെ ഈ ടിഷ്യൂ ഓർഗൻ ഓർ ഓർഗൻ സിസ്റ്റത്തിനെ പിന്നെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്തു. സിമെട്രീൻ്റെ ബേസിസിലാണ് റേഡിയൽ, ബൈലാറ്ററൽ. പിന്നെ
ബൈലാറ്ററലിനെ വീണ്ടും 3ആയി ക്ലാസിഫൈ ചെയ്തു. സീലം പ്രസന്റ് ആണോ അല്ലെങ്കിൽ ഫാൾസ് സീലോമാണോ അതിൻ്റെ ബേസിൽ അസീലോമേറ്റ്, സീലം ഇല്ലാത്തത്, സ്യൂഡോ സീലോമേറ്റ്, ശരിക്കുള്ള സീലം ഇല്ലാത്തത്, പിന്നെ സീലോമേറ്റ്, സീലം ഉള്ളത്, ബോഡി ക്യാവിറ്റി പ്രസന്റ് ആയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് 11 ഫൈലുണ്ട്. ഏതൊക്കെയാണ്? പോരിഫറ, സിലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, അസ്കെൽമിന്തസ്, അനേലിഡ, അർത്രോപ്രോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ, കോഡേറ്റ. ഇതാണ് നമ്മളുടെ 11 ഫൈലം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചാപ്റ്റർ. നമ്മൾ എന്തൊക്കെ പറഞ്ഞേ? ഫസ്റ്റ് പ്ലാന്റിയിൽ പറഞ്ഞു ഏതൊക്കെ ക്ലാസിഫിക്കേഷനാ? താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെർഡോഫൈറ്റ, ആൻജിയോസ്പേം ആൻഡ് ജിംനോസ്പേം. ഇതിൽ ഈ 11 ഫൈലം ഇതാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.